നമസ്കാരം. ജീവിതത്തിൽ വേട്ടയാടപ്പെട്ടപ്പോഴെല്ലാം തന്നെ ചേർത്ത് നിർത്തിയ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ബിനീഷ് കോടിയേരി. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ കോട്ടയം പുതുപ്പള്ളിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിനീഷ്. വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനുമെന്ന് ബിനീഷ് പറഞ്ഞു. ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിലേക്ക് എത്തുന്ന ജനവും അദ്ദേഹത്തോടുള്ള സ്നേഹവുമെന്നും ബിനീഷ് പറഞ്ഞു. വ്യക്തിപരമായി ഇത്രയും ആക്രമിക്കപ്പെട്ട രാഷ്ട്രീയ കുടുംബങ്ങൾ വേറെയില്ലെന്നും ബിനീഷ് പറഞ്ഞു. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ വിളിച്ചാശ്വസിപ്പിച്ച ഏക രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. ഇതെല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഊർജ്ജമായി മാറുമെന്നും എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞുവെന്നും ബിനീഷ് പറഞ്ഞു. സമാനതകളേറെയുള്ള നേതാക്കളായിരുന്നു എൻ്റെ അച്ഛനും ഉമ്മൻചാണ്ടി അങ്കിളും. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ ആളുകളായിരുന്നു ഇരുവരും. ഉമ്മൻചാണ്ടി അങ്കിളിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത് അച്ഛനും ഉമ്മൻചാണ്ടി അങ്കിളും തമ്മിലുള്ള വലിയൊരു അടുപ്പത്തിൻ്റെ ബന്ധമാണ്. രണ്ടുപേരുടെയും ജീവിതം നോക്കുമ്പോൾ വ്യക്തിപരമായി ഇത്രയേറെ ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കളാണ്. വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും ചിരിയിലൂടെ അവരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ട് നേതാക്കളായിരുന്നു രണ്ടുപേരും. ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട രണ്ട് ജീവിതങ്ങളാണെന്നും ബിനീഷ് പറഞ്ഞു. അതേസമയം ഓർമ്മയായി 1 വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് 1 വർഷം പിന്നിടുമ്പോഴും വലിയ ജനപ്രവാഹമാണ് എത്തുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ വിടവ് ഓർത്തുകൊണ്ടാണ് അവർ ഓരോരുത്തരും മടങ്ങിയത്. തീർത്ഥാടന പാക്കേജുകളിൽ വരെ പുതുപ്പള്ളി ഇടം പിടിച്ചിരുന്നു. വിപുലമായ പരിപാടികളോടെയാണ് ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികം ആചരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പുതുപ്പള്ളിയിലേക്ക് എത്തിയിരുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു മുഖ്യമന്ത്രി തൻ്റെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും തൻ്റെ നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുമുള്ള കാര്യങ്ങൾക്ക് ഉത്തമ മാതൃകയെ ഉമ്മൻചാണ്ടി എന്നും ചരിത്രത്തിൽ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. മരണമില്ലാത്ത ഓർമ്മകളുമായി നമുക്കൊപ്പം നടന്നു നീങ്ങുന്ന കേരളക്കരുടെ കുഞ്ഞുഞ്ഞിന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലികളെന്നും കെ സുധാകരനും പ്രതികരിച്ചു. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ 1546 വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള 10 വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ടും എത്തിച്ചു നൽകാനാണ് പദ്ധതിയിടുന്നത്. Generous contribution to the trust which has been inaugurated today, foundation which has, it is foundation or trust? Foundation which has been inaugurated today. Priya Sahodari Sahodaran Mare Elavarko Mende Vandanam. Mun Mukhyamantri Keralam Kanda Ettavum Janakiya Netavum Runna Shri Ummanchandi ji Yude Onnam Orma Dinam Ana Inne A Punya Atma Vinde Pavana Ismaranak Munnil Ende Sadara Pranamam Adde Hattinde Swadeshavum Niyojaka Mandalavum Aya പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ചാരിതാർത്ഥ്യം ഉണ്ട്. ഏനും ജനങ്ങൾക്ക് ഒപ്പം നിന്ന നേതാവ് ആയിരുന്നു ഉമ്മൻചാണ്ടിജി. ജനങ്ങളിൽ നിന്ന് ഊർജം ആർജിച്ച നേതാവ് ആയിരുന്നു അദ്ദേഹം. ഈ ഊർജം കരുണയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജനസേവനത്തിൽ എന്നും പ്രതിഫലിച്ചു. പരാതിയും ആവശ്യങ്ങളും ആയി ആർക്കും സമീപിക്കാവുന്ന ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. ജനങ്ങൾ ആകട്ടെ അദ്ദേഹത്തെ സ്വന്തം കുഞ്ഞുഞ്ഞിനെ I hope I have not done great injustice to the pronunciation. I